بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله مولانا العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്ത് പ്രദാനിക്കുമാറാകട്ടെ. ഈമാനും ഇസ്തിഖാമത്തും അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിന്റെ കുടുംബം എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു കുടുംബത്തെ തകർക്കുന്ന അതീവ ഗൗരവമായൊരു വിഷയത്തെക്കുറിച്ചാണ്, അഥവാ ധൂർത്ത്. സാമ്പത്തിക ധൂർത്താണ് ഒരു കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ധൂർത്താണ് ആത്മഹത്യയിലേക്കും ഒളിച്ചോട്ടത്തിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ധൂർത്താണ്. അതുകൊണ്ട് ധൂർത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് ദുനിയാവിൽ നമുക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുക, ആഖിറത്തിൽ രക്ഷപ്പെടാനും സാധിക്കുക. സമ്പത്ത് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. ഖുർആൻ ഒരിടത്ത് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് ഖൈറ എന്നാണ്, നന്മ എന്നാണ്. സമ്പത്ത് ഖൈറാണ്. സമ്പത്ത് അമാനത്താണ്. അള്ളാഹു നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് സമ്പത്ത്. എല്ലാ അമാനത്തിനെ കുറിച്ചും നാളെ ചോദ്യം ഉണ്ടാകും. പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും. അതിന് മറുപടി പറയാതെ മഹ്ശറിൽ ഒരു കാലെടുത്തു വെക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ മറുപടി കൊടുത്താലേ പടച്ചോൻ ആ കാലെടുത്തു വെക്കാൻ അനുവദിക്കുകയുള്ളൂ. അതിൽപ്പെട്ട ഒന്ന് ആരോഗ്യമാണ്, ആയുസ്സാണ്, അറിവാണ്, മറ്റൊന്ന് സമ്പത്താണ്. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ട്. നീ അതെങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? ഇത് 2നും മറുപടി പറയേണ്ടി വരും. എങ്ങനെ ഉണ്ടാക്കിയെന്നും പറയണം, എങ്ങനെ ചെലവഴിച്ചു എന്നും പറയണം. ഇത് പറയാതെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കാലെടുത്തു വെക്കാൻ പടച്ചോൻ അനുവദിക്കില്ല. അതുകൊണ്ട് എന്റെ സമ്പത്താണ്, ഞാനത് ഇഷ്ടം പോലെ ഉണ്ടാക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു എന്നും ആർക്കും പറയാൻ പറ്റൂല. ഇത് അമാനത്താണ് സമ്പത്ത്. അതുകൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാകണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. സമ്പത്തിനെ കുറിച്ച് ഒരിടത്ത് ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമെന്നാണ്. ഖിയാം, ഖാമ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്നുന്ന, ഖിയാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. ഒരു മനുഷ്യന് എണീറ്റ് നിൽക്കാൻ കഴിയണമെങ്കിൽ സമ്പത്തുണ്ടാകണം. സമ്പത്തില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ നേരായി എഴുന്നേറ്റിക്കാൻ കഴിയില്ല. മുട്ട് നിവർത്തി, നടുക് നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണമെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടാകണം. അതൊരു അനിവാര്യത തന്നെയാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് വ്യക്തിക്കും അങ്ങനെയാണ്, സമൂഹത്തിനും അങ്ങനെയാണ്, രാഷ്ട്രത്തിനും അങ്ങനെയാണ്. ഒരു രാഷ്ട്രം ദരിദ്രമായി കഴിഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റിക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ പ്രശ്നം എന്നതാണ്. അമേരിക്ക റഷ്യന്ന് ഓയിൽ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങൂല. 30 ദിവസത്തേക്ക് വാങ്ങിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ വാങ്ങും. എന്താ കുഴപ്പം? നമുക്ക് എണീറ്റിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അമേരിക്ക പറയും പോലെ കേൾക്കാൻ ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ആ പ്രധാനമന്ത്രി അങ്ങനെ രാജ്യത്തെ എത്തിച്ചു. അപ്പൊ സാമ്പത്തിക ശേഷി എന്നുള്ള ഒരു വ്യക്തിക്കും സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ, ഒരു സമുദായത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ, ഒരു രാഷ്ട്രത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ സാമ്പത്തിക ശേഷി അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമാ. വലാ തുഅ്തു, നിങ്ങൾ കൊടുക്കരുത്, അസ്സുഫഹാ, വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത്, അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, അല്ലാഹു നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി നിശ്ചയിച്ചു തന്ന ഈ സമ്പത്ത് അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. ഇത് ഖുർആനിന്റെ ഒരു നിയമമാണിത്.
അതായത് ചില സമ്പത്തിന്റെ ഉടമകൾ ഉണ്ടാവും. ഉടമകളുടെ ഈ കയ്യിൽ പോലും സമ്പത്ത് ഏൽപ്പിക്കരുത്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ശരിയായ രീതിയിൽ ബുദ്ധി വളർച്ചയില്ല. ആ കുട്ടിയുടെ വാപ്പ മരണപ്പെട്ടു. അപ്പൊ ആ കുട്ടിക്കൊരു ഓഹരി ഉണ്ട്. പക്ഷെ കുട്ടിയുടെ ഓഹരി കുട്ടിയെ ഏൽപ്പിക്കരുത്. ആ കുട്ടിയുടെ ഓഹരി ജ്യേഷ്ഠാനിയന്മാരോ മറ്റാരും കൈകാര്യം ചെയ്യണം. എന്നിട്ട് കുട്ടിക്ക് ഉർസുഖുഹും ഫിഹ, ആവശ്യമായ റിസ്ക് സമയത്ത് കൊടുക്കണം. വക്സുഹും, ആവശ്യമായ വസ്ത്രം വാങ്ങി കൊടുക്കണം, ചികിത്സ കൊടുക്കണം. കുട്ടിയുടെ കയ്യിലേക്ക് സമ്പത്ത് ഏൽപ്പിക്കരുത്. അല്ലെങ്കിൽ ഒരു സഹോദരൻ ഭ്രാന്തനാണ്, ആ സഹോദരന്റെ സമ്പത്ത് വാപ്പ മരിച്ചാൽ അവന്റെ കയ്യിലേക്ക് കൊടുക്കരുത്. അത് വേറെ ആരെങ്കിലും കൈകാര്യം ചെയ്യണം. എന്നിട്ട് ഇവന് സമയത്ത് ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കണം. ഇതാണ് ഖുർആൻ പറയുന്നത്. കാരണം അവന് കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അറിവില്ല, കഴിവില്ല. അപ്പൊ സമ്പത്ത് ദുർവ്യയം ചെയ്യും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അവര് നിങ്ങളോട് ചൂടാകും. എന്റെ കാശല്ലേ, എന്റെ വാപ്പാടെ സ്വത്തല്ലേ, എനിക്ക് ഇനി തന്നൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഖൂലൂ ലഹും, നിങ്ങൾ അവരോട് പറഞ്ഞ ഖൗലൻ മഅറൂഫ, നല്ല വർത്താനം പറയണം. മോനെ, നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ, നിന്നെ ആരെങ്കിലും പറ്റിക്കൂലേ, ഇത് ഇക്ക പിടിച്ചോളാം, നിനക്ക് ആവശ്യത്തിന് തന്നോളാം എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കണം. അപ്പോഴും സമ്പത്ത് അവരുടെ കൈ കൊടുക്കരുത്. കാരണം ഖിയാമൽ ലിന്നാസ്, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ നല്ല സൂക്ഷ്മത ആവശ്യമാണ്. ഒരിക്കലും ദൂർത്തടിക്കരുത്. വലാ തുബദ്ദിർ തബ്ദീറ, നീ ഒരിക്കലും ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാചാണെങ്കിലോ റബ്ബിനോട് നന്ദി കെട്ടവനുമാണ്. കൃത്യമായൊരു പ്രയോഗമാണത്. ദൂർത്തടിക്കുന്നവൻ പിശാചിന്റെ സഹോദരനാണ്. അപ്പൊ ഒരാൾ സമ്പത്ത് ദൂർത്തടിക്കുന്നെങ്കിൽ അവന്റെ കൂട്ടുകാരൻ പിശാചാണ്. അനിൽ മർഇ ലാ തസ്അൽ വസലൻ കരീനിഹി വകുല്ലുഹു കരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ കുറിച്ചറിയാൻ അവനോട് ചോദിക്കേണ്ട, അവന്റെ കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞാൽ മതി. എന്റെ സ്വഭാവം അറിയാൻ എന്നെ കുറിച്ച് അറിയണ്ട, എന്റെ കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞാൽ മതി. അവന്റെ സ്വഭാവമായിരിക്കും എനിക്കുണ്ടാകുക. അപ്പൊ ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണെങ്കിൽ പിശാചിന് എന്ത് സ്വഭാവമുണ്ടോ ആ സ്വഭാവം ഈ കൂട്ടുകാരനുണ്ടാകും. പിശാചിന്റെ സ്വഭാവം എന്താ? അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാച് നിങ്ങളോട് ദാരിദ്ര്യത്തെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പിശാച് എപ്പോഴും പറയും, എടാ 10 പൈസ ചെലവാക്കണ്ട, ആർക്കും കൊടുക്കണ്ട, സദക്ക ചെയ്യണ്ട, ദാരിദ്ര്യം വരും, സൂക്ഷിച്ചു വെച്ചോ എന്ന് പറയും. വല്ലാഹു യഇദുകും മിൻഹു മഗ്ഫിറതൻ വഫളലാ, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ധാരാളം തരാമെന്നാണ്. നിങ്ങൾ ചെലവഴിച്ചോ, സമ്പത്ത് ദാനം ചെയ്യേ, നിങ്ങൾക്ക് ഞാൻ തരാമെന്നാണ് പടച്ചോന്റെ വാഗ്ദാനം. പിശാചിന്റെ വാഗ്ദാനമോ, ഒന്നും കൊടുക്കണ്ട, ദാരിദ്ര്യം വരും, പിടിച്ചു വച്ചോളാണ് പിശാചിന്റെ വാഗ്ദാനം ഉള്ളത്. അതുകൊണ്ട് പിശാചിന്റെ കൂട്ടുകാരാണ് ദൂർത്തന്മാരെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ പിശാചിന്റെ കൂട്ടുകാരനാകണോ, അവന്റെ വാഗ്ദാനം നമ്മൾ കേൾക്കണോ, അതോ പടച്ചോന്റെ വാഗ്ദാനം നമ്മൾ കേൾക്കണോ? ഇന്ന് നമ്മുടെ ഒരു പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയേ പറ്റൂ. ഇത്രയും ദൂർത്തടിക്കുന്ന ഒരു സമുദായം കേരളത്തിൽ ഏതായാലും ഇല്ല. നമ്മുടെ എല്ലാ മേഖലകളും ആലോചിച്ചു. നമ്മൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹനം, എല്ലാ മേഖലകളിലും നമ്മളെപ്പോലെ ദൂർത്തടിക്കുന്ന ഒരു സമുദായം ഇല്ല. ഇത് സത്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും ദൂർത്തടിക്കുന്ന ഒരു സമുദായം എവിടെയുള്ളത്? നമ്മൾ ഒരു 30 വർഷം മുമ്പ് ഒരു വീട്ടിൽ എല്ലാവർക്കും വാങ്ങിയിരുന്ന വസ്ത്രം ഇന്ന് ഒരാൾ വാങ്ങുന്നുണ്ട്. അവിടെ ടെക്സ്റ്റൈൽസിൽ കൂടുകയാണ്. ഞാൻ 2001 ഇവിടെ നിൽക്കുമ്പോൾ ഈ റൂട്ടിൽ പരിമിതമായ ടെക്സ്റ്റൈൽസേ ഉള്ളൂ. അതിന്റെ പേരൊന്നും പറയുന്നില്ല പരസ്യമായിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് തുണി എടുക്കുന്ന സമയമാണല്ലോ. 2-3 ടെക്സ്റ്റൈൽസ് ഈ റൂട്ടിലുള്ളൂ. ഇന്ന് വന്നു നോക്കുമ്പോൾ ഇവിടെ മുതൽ ആ സെൻട്രൽ ജംഗ്ഷൻ വരെ നടന്നു കഴിഞ്ഞാൽ ഇരുവശത്തും എത്ര തുണിക്കടയാണുള്ളത്, അതിന്റെ അപ്പുറത്തേക്കുണ്ട്. ഈ 3-4 ദിവസം കഴിഞ്ഞ് അവസാനത്തെ 10 കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്കാർക്ക് നിസ്കരിക്കാൻ വരാൻ പറ്റൂല. തറാവിയെ അവരെ തറായി മുടങ്ങാണ്. കാരണം നമ്മുടെ പെണ്ണുങ്ങൾ ഇതിന്റെ പുറകെയാണ്. എന്തിനാണ് വാരി കൂട്ടുന്നത്? 10-30 വർഷം മുമ്പ് ഒരു വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡ്രസ്സ് ഇന്ന് നമ്മൾ ഒരാൾക്കുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ? നമ്മുടെ സാമ്പത്തികം നോക്കിയിട്ടാണ് നമ്മളിത് വാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, സദസ്സിൽ ഒരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ഷർട്ട് വാങ്ങിച്ചിട്ടെന്ന് പറയാൻ അവകാശമുള്ള ആരാണ്? ആരെങ്കിലും ഒന്ന് കൈവയ്ക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഒരാളുണ്ട്. 5 വർഷം കഴിഞ്ഞു 2 ആളുണ്ട്. അൽഹംദുലില്ലാഹ് 3 ആളുണ്ട്. അറിയാൻ വേണ്ടി ചോദിക്കാം. നമ്മുടെ വ്യവസ്ഥ നമ്മളൊന്ന് വിലയിരുത്തണമല്ലോ. 3 ആളുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാണ്? ആരാ? എം.എ. യൂസുഫ് അലി സാഹിബാണ് കേരളത്തിലെ ഏറ്റവും വലിയ. അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണ്? ആർക്കെങ്കിലും അറിയോ?
37,000 കോടിയാണ് MA യൂസുഫലി സാഹിബിന്റെ ആസ്തി. 37,000 കോടി. അദ്ദേഹം എത്ര വർഷം കഴിഞ്ഞ ഡ്രസ്സ് മാറണമെന്നറിയോ നിങ്ങൾക്ക്? 5 വർഷത്തിൽ അദ്ദേഹം ഒരു ഷർട്ട് വാങ്ങിയാൽ 5 വർഷം എടുക്കും. 37,000 കോടി രൂപ ആസ്തിയുള്ള MA യൂസുഫലി സാഹിബ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനൊരു ഷർട്ട് വാങ്ങിയാൽ 5 വർഷം ഉപയോഗിക്കും. ഞാൻ ഇട്ടിരിക്കുന്നത് 17 വർഷം പഴക്കമുള്ള ഡ്രസ്സാണിത്. 17 വർഷം മുമ്പ് എനിക്കൊരാൾ ഹദിയ തന്ന ഡ്രസ്സാണ്. 17 വർഷമായിട്ട് അതിന്റെ കൂലി അദ്ദേഹത്തിന് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഇനിയും കൊടുക്കുമാറാകട്ടെ. അപ്പൊ MA ഈ ഇരിക്കുന്ന ആരെങ്കിലും 100 കോടി രൂപയുടെ ആസ്തിയിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ ഇരിക്കുന്നതിൽ നമ്മുടെ നാട്ടിലുണ്ടാവും. ഈ ഇരിക്കുന്നതിലുണ്ടോ? നമ്മുടെ പ്രസിഡന്റ് ഉണ്ടോ ഇവിടെ? പ്രസിഡന്റ് ഇല്ലെന്ന് ഇല്ല. സാധാരണ നമ്മുടെ ഏറ്റവും ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആക്കുന്ന ഏറ്റവും സമ്പന്നനായ ആളെയാണ് പ്രസിഡന്റ് ആക്കുക. അൽഹംദുലില്ലാഹ് നല്ല ആള് തന്നെയാണ്, കുറച്ചും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മൾ ഒരു 100 കോടി രൂപയുടെ ആസ്തി പോലും ഇല്ലാത്ത നമ്മൾ ഈ രീതിയിലാണ് ഡ്രസ് വാങ്ങിക്കൂട്ടുന്നത്. ഭക്ഷണത്തിന്റെ കാര്യം ഒരു 10-15 വർഷം മുമ്പ് ഒരു 15 വീട്ടിലേക്ക് വാങ്ങിയിരുന്ന ഭക്ഷണം ഇന്ന് ഒരു വീട്ടിലേക്ക്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റുകൾ അരി മസാലയും സാധനമായിട്ട് ഒരു വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട്. ശരിയല്ലേ? എന്നിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? ഈ ഒരു വയറ് നിറയുന്നവരല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് ചെയ്യുന്നത്? ഈ റമദാനിൽ നമ്മുടെ പ്രധാന ജോലി എന്താ? സ്ത്രീകളുടെ ഉച്ചവരെയുള്ള ജോലി പാത്രം കഴുകലാണ്. ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കലാണ്. ഇതൊക്കെ കഴിക്കുന്നുണ്ടോ? അന്ന് കഴിച്ചത്ര കഴിക്കാനേ നമുക്ക് പറ്റൂ. ബാക്കി എന്താ ചെയ്യുന്നത്? ബാക്കി ആർക്കും വേണ്ട. നോമ്പ് കാലമാണ്, ആർക്കും വേണ്ട. അത് പിന്നെ കൊണ്ട് വേസ്റ്റ് കൊട്ടേ തള്ളലാണ് നമ്മുടെ പണി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഉമ്മത്ത് ഹിന്ദുക്കളിൽ ഇങ്ങനെയുണ്ടോ സഹോദരങ്ങൾ? ക്രിസ്ത്യാനി ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഈ ദൂർത്തടിക്കുന്ന ലോകത്ത് 200 കോടി മനുഷ്യന്മാർ ഇന്ന് മുഴുപട്ടിണിയിലാണ്. 800 കോടി ജനതയിൽ 200 കോടി മനുഷ്യന്മാർ മുഴുപട്ടിണിയിലാണ്. സുഡാനിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. അമേരിക്ക ഒരു ദിവസം പാഴാക്കുന്നത് 40 ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ഭക്ഷണമാണ്. ഒരു വർഷം 8 കോടി മനുഷ്യന്മാരുടെ ഭക്ഷണം അമേരിക്ക പാഴാക്കുന്നുണ്ട്. ലോകത്ത് പാഴാക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ 3-2 പാഴാക്കുന്നത് അമേരിക്കയാണ്, 3-1 പാഴാക്കുന്നത് ബ്രിട്ടനാണ്. അപ്പൊ പടച്ചാമ്പുരാൻ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ നമ്മുടെ ഉപഭോഗ സംസ്കാരമാണ് സത്യത്തിൽ രാജ്യത്ത് ലോകത്ത് ദാരിദ്ര്യം വരുത്തി വെക്കുന്നത്. പടച്ചോൻ തരാത്തോണ്ടല്ല, അള്ളാഹു തന്നിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് നമ്മളിൽ ഒരു ഭാഗം ഉപഭോഗ സംസ്കാരം, കമ്പോള സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അടിമകൾ മുസ്ലിമീങ്ങളാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, മലബാറിൽ പ്രത്യേകിച്ച്. നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് വാങ്ങണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുക. മുമ്പൊക്കെ നമ്മളെ തീരുമാനിച്ചിരുന്നത് വീട്ടിൽ ഉപ്പ് വേണമെങ്കിൽ പെണ്ണുങ്ങൾ പറയും ഉപ്പ് വേണമെന്ന് പറയും, നമ്മൾ ഉപ്പ് വാങ്ങിക്കൊടുക്കും. അരി വേണമെങ്കിൽ അരി വാങ്ങിക്കൊടുക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്ത് വേണമെന്ന് തീരുമാനിക്കാതെ, എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കാതെ കമ്പോളത്തിലേക്ക് ഇറങ്ങുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കാണുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിക്കൂട്ടുകയാണ്. ഇത് വീട്ടിൽ ആവശ്യമുണ്ടോ? ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്ത് വാങ്ങണമെന്ന് കമ്പോളം തീരുമാനിക്കും. ടിവിയിൽ പരസ്യം കാണുന്നതനുസരിച്ച് നമ്മൾ വാങ്ങും. നമ്മുടെ മക്കൾ പറയും ഇന്ന സാധനം ഇന്നലെ ടിവിയിൽ മോഹൻലാൽ പരസ്യം ചെയ്തു, അതുകൊണ്ട് വാങ്ങാന്ന് പറയും, നമ്മളത് വാങ്ങും. അതിന്റെ ഉപയോഗം നമ്മൾ നോക്കുന്നില്ല. ഈ അർത്ഥത്തിൽ ദൂർത്തന്മാരായ ഒരു സമുദായം മാറിയപ്പോഴാണ് ഈ സമുദായത്തിൽ ആത്മഹത്യ കൂടിയത്. ഞാൻ പിന്നൊരു ദിവസം പറയാം ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഒരിക്കലും വലാ തുബദ്ദിർ തബ്ദീറ, ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്തന്മാര് പിശാചിന്റെ സഹോദരങ്ങളാണ്. ഒരു കാര്യത്തിലും ദൂർത്തു പാടില്ല. നമ്മുടെ സമ്പത്ത് ദൂർത്തടിക്കരുത്. പള്ളിയുടെ മുതൽ ദൂർത്തടിക്കരുത്. രാജ്യത്തിന്റെ മുതൽ ദൂർത്തടിക്കരുത്. പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ മുതൽ ദൂർത്തടിക്കരുത്. ഒക്കെ അതിനകത്ത് കൃത്യമായി മിതത്വം പാലിക്കണം. എന്നാൽ ലുബ്ധും പാടില്ല, പിശുക്കാനും പാടില്ല. ഈ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഉമ്മത്തം വസത്ത, മധ്യ സമുദായം എന്നാണ്. ദൂർത്തുമില്ല ലുബ്ധുമില്ലാത്തൊരു സമുദായം. വലാ തജിൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനകി വലാ തബ്സുദ്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്ശൂറാ. സൂറത്തുൽ ഇസ്രാ. വലാ തജിൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനകി, നിന്റെ കൈ നീ പെരടിയിലേക്ക് ചേർത്ത് കെട്ടരുത്, ചേർത്ത് വെക്കരുത്. വലാ തബ്സുദ്ഹാ കുല്ലൽ ബസ്തി, എന്നാൽ അങ്ങനെ അഴിച്ചിടുകയും ചെയ്യരുത്. ഇത് പിശുക്കാണ്. ആര് ചോദിച്ചാലും കൊടുക്കൂല. ഇതിങ്ങനെ ദൂർത്താണ്. ആര് ചോദിച്ചാലും വാരി കൊടുക്കുക. രണ്ടും ചെയ്യരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? നീ ഇങ്ങനെ ദൂർത്തടിച്ചു കഴിഞ്ഞാൽ ഫതഖഉദ മലൂമൻ മഹ്ശൂറ, നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരും, ഖേദിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. മനുഷ്യന്മാർക്കിടയിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല ദൂർത്തടിച്ചാൽ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ലുബ്ധും പാടില്ല, ദൂർത്തും പാടില്ല. ലുബ്ധ് നിഷിദ്ധമാണ്. വലിയ വലിയ ലുബ്ധുമാരെ കേട്ടിട്ടുണ്ടോ? മുല്ലാ നസ്രുദ്ദീന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അതിഥി വന്നു രാത്രി. അതിഥിയുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോ മുല്ലാൻ വിളക്കെടുത്തി. സംസാരിക്കാൻ എന്തിനാ വെട്ടം? അപ്പൊ വന്ന അതിഥി തുണി അഴിച്ചു വെച്ചു. ഇരുട്ടത്തിന്തിനാ തുണി? അപ്പൊ ഇങ്ങനെയുള്ള പിശുക്കന്മാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കണം.
ദൂർത്തും പാടില്ല. ഇതിന്റെ ഇടയിലാണ് ഫകാന ബൈന ദാലിക ഖവാമ. ഒരു വിശ്വാസിയുടെ ഇബാദുർ റഹ്മാൻ പറഞ്ഞില്ലേ, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ആരാണ് പടച്ചവന്റെ യഥാർത്ഥ ദാസന്മാര്? സൂറത്തുൽ ഫുർഖാനിൽ കുറെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വിശേഷണം പറഞ്ഞത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ആരാണ് പടച്ചവന്റെ ദാസന്മാർ? കാരുണ്യവാനായ പടച്ചവന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ വല്ലദീന ഇദാ അൻഫഖൂ, സമ്പത്ത് ചെലവഴിക്കുന്ന സമയത്ത് ലം യുസ്രിഫൂ, ദൂർത്ത് കാണിക്കില്ല, വലം യഖ്തുറൂ, പിശുക്കും കാണിക്കില്ല. പിന്നെയോ വകാന ബൈന ദാലിക ഖവാമ, രണ്ടിന്റെയും ഇടയിലുള്ളൊരു നിലപാട് സ്വീകരിക്കും. ലുബ്ധുമില്ല, ദൂർത്തുമില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ പടച്ചവന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അവർക്കേ പടച്ചവന്റെ റഹ്മത്തുണ്ടാവുള്ളൂ. ഇനി ദൂർത്തന്മാരാരുടെ ദാസന്മാരാണ്? ഖാറൂന്റെ ദാസന്മാരാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയായിരുന്നു മൂസാ നബിയുടെ കാലത്ത് ഖാറൂൻ. അവനിങ്ങനെ അവന്റെ സമ്പത്തുമായി ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ ആളുകൾ പറയും വഖാലല്ലദീന ലാ യുരീദുനൽ ആഖിറ, ആഖിറം ഉദ്ദേശിക്കാത്ത ആളുകൾ പറയും യാ ലൈതലന, ഞങ്ങൾക്കും ഈ ഖാറൂനിന് കൊടുത്തതുപോലെ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന അത്ര വലിയ മുതലാളിയായിരുന്നു. ആളുകൾ അവനെ ഉപദേശിച്ച കാര്യം ഖുർആൻ പറയുന്നുണ്ട്, ലാ തഫ്റഹ് ഖാറൂൻ, നീ ഇങ്ങനെ ദൂർത്തടിക്കരുത്. വബത്തഖ് ഫീമാ ആതാഖല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിനക്ക് നൽകിയ കോടാനുകോടി സമ്പത്തുണ്ടല്ലോ, ഇതുകൊണ്ട് നീ ആഖിറം ആഗ്രഹിക്ക്, കുറച്ചൊക്കെ ആഖിറത്തിന് വേണ്ടി ചെയ്യ്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കണ്ട, നീ സുഖിച്ചോ, നിനക്കനുസരിച്ച് നീ സുഖിച്ചോ, പക്ഷെ ആഖിറത്തിലേക്ക് കുറച്ച് നീ മാറ്റിവെക്ക്. അവൻ കേട്ടില്ല. അവസാനം എന്ത് സംഭവിച്ചു? ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, ഖുർആൻ പറഞ്ഞു ഞാൻ അവനെയും അവന്റെ സമ്പത്ത് മുഴുവൻ ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഖാറൂൻ ഇന്നും ഭൂമിയിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയെന്ന, ഖാറൂന്റെ മുതൽ മുഴുവനും ഭൂമിയിലേക്ക് പടച്ചവൻ ആഴ്ത്തിക്കളഞ്ഞു. ദൂർത്തന്മാർക്ക് അള്ളാഹു കൊടുക്കാനിരിക്കുന്ന വലിയൊരു ശിക്ഷയുടെ മോഡലാണ് അള്ളാഹു ഖാറൂനിലൂടെ നമ്മളെ കാണിച്ചു തന്നു. അതുകൊണ്ട് ദൂർത്തന്മാര് നശിക്കും, ദൂർത്തടിക്കുന്നവൻ നശിക്കുക തന്നെ ചെയ്യും, പിശുക്കന്മാരും നശിക്കും. വിശ്വാസം പറഞ്ഞു മിതത്വം പാലിച്ചവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. നിങ്ങൾ ഈ ഹദീസ് മനസ്സിൽ എഴുതിയിട്ടോളി. മാ ആല മനിഖത്ത സദാ, മിതത്വം പാലിച്ചവൻ ജീവിതത്തിൽ ഒരിക്കലും ദരിദ്രനാവുകയില്ല. ആര് ദരിദ്രനായിട്ടുണ്ടോ ദൂർത്തടിച്ചതിന്റെ ഫലമായിരിക്കും, അല്ലെങ്കിൽ പിശുക്ക് കാണിച്ചതിന്റെ ഫലമായിരിക്കും. മിതത്വം പാലിച്ചവൻ ഒരിക്കലും ഈ ദാരിദ്ര്യം വരില്ല. ഈ പറഞ്ഞതിനർത്ഥം നല്ല വിഭവങ്ങളൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല. നല്ല കാറ് വാങ്ങാം, നല്ല വീട് വെക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം വാങ്ങാം, ഇതിനൊന്നും മതമെതിരല്ല. പക്ഷെ അവനവന്റെ തോതനുസരിച്ച് ചെയ്യണം. ദൂർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും ചോദിക്കാറുള്ള എന്താണ് ദൂർത്ത്? ഇവിടെ ഒരാൾ വലിയ വീട് വെച്ച് ദൂർത്താണോ? ദൂർത്ത് 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ദൂർത്ത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിക്കനുസരിച്ച് ദൂർത്ത് വ്യത്യസ്തമാവും. ഒരാൾ വീട് വെക്കുന്നാണ്ട് എല്ലാവരും അങ്ങനെ വെക്കാൻ നിൽക്കരുത്. ആന മുക്കുന്നാണ്ട് ആട് മുക്കിയാൽ എന്തോ സംഭവിക്കുമെന്ന് പറയില്ലേ, അതാണ് പ്രശ്നം. വീട് വയ്ക്കാം, ഓരോരുത്തർക്കും അവന്റെ സമ്പത്തിനനുസരിച്ച് വീട് വയ്ക്കാം. വ്യക്തിക്കനുസരിച്ച് വ്യത്യാസപ്പെടും ദൂർത്ത്, സമൂഹത്തിനനുസരിച്ച് ദൂർത്ത് വ്യത്യാസപ്പെടും, അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ദൂർത്ത് വ്യത്യാസപ്പെടും, പശ്ചാത്തലത്തിനനുസരിച്ച് ദൂർത്ത് വ്യത്യാസപ്പെടും. എല്ലാവർക്കും ദൂർത്ത് ഒരുപോലെയല്ല. ഇപ്പോ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ദൂർത്തായിരുന്നു. അന്ന് വളരെ പരിമിതമായ ആൾക്കാർക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ജീവിതത്തിന്റെ ഒരു ആവശ്യ ഘടകമായി മാറി. അപ്പൊ ഇന്ന് മൊബൈൽ ഫോൺ ദൂർത്താവൂല, പക്ഷെ അന്ന് മൊബൈൽ ഫോൺ സാധാരണക്കാരന്റെ ദൂർത്തായിരുന്നു. അപ്പൊ കാലത്തിനനുസരിച്ച് ദൂരത്തിന് വ്യത്യാസം ഉണ്ടാകും. ഒരാൾ വലിയ വീട് പണിയുന്നു, അയാൾക്കതിച്ച് വരുമാനമുണ്ട്, അയാളുടെ ദൂർത്തല്ല. പക്ഷെ പാവപ്പെട്ടവൻ ഇല്ലാത്തത് വാങ്ങിയിട്ട് വീട് പണിതാൽ അത് ദൂർത്തായിട്ട് മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടത് താഴെയുള്ള ആളിലേക്കാണ് നോക്കേണ്ടത്. അല്ലാഹ് അൽഹംദുലില്ലാ, എനിക്കൊരു 2 വീലർ ഉണ്ട്, ഞാൻ നോക്കേണ്ടത് സൈക്കിളുള്ള ആളിലേക്കാണ്. അവന് സൈക്കിളല്ലേ ഉള്ളൂ, പടച്ചോൻ എനിക്ക് 2 വീലർ വാങ്ങാൻ പൈസ തന്നില്ല നീന്തിക്കാൻ. 2 വീലർ ഉള്ളവൻ, കാറുള്ളവൻ 2 വീലർ ഉള്ളവനെ നോക്കണം. അവന് 2 വീലർ നടക്കണം, എനിക്ക് കാർ വാങ്ങാൻ പൈസ നല്ലോ നീന്തിക്കണം. ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ള ആളിലേക്ക് നോക്കണം. ആഖിറത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുകളിലുള്ള ആളിലേക്ക് നോക്കണം. ഞാൻ ഫർള് മാത്രമല്ല നിസ്കരിക്കുന്നുള്ളൂ, അവൻ ഫർളും നിസ്കരിക്കുന്നു, സുന്നത്തും നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ ദുനിയാവിന്റെ കാര്യം താഴെയിട്ടും ആഖിറത്തിന്റെ കാര്യം മുകളിലേക്കും നോക്കണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് പ്രശ്നം. ജീവിക്കാൻ വളരെ കുറച്ച് പൈസ മതി ഇന്നും, പക്ഷേ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോ യുദ്ധത്തിന്റെ കെടുതികൾ നമ്മുടെയൊക്കെ അടുക്കളയിലേക്ക് വരികയാണ്.
ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് പരിമിതിപ്പെടുത്തിയെന്ന് സർക്കാർ. 21 ദിവസം മാത്രമേ ഒരു സിലിണ്ടറിലുള്ളവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 സിലിണ്ടറിന് 30 ദിവസം. യുദ്ധക്കെടുതികൾ അടുക്കളകളിലേക്ക് വരികയാണ്. മിതത്വം പാലിച്ചിന് രക്ഷയില്ല. ഈ ഗൾഫ് രാജ്യങ്ങൾ ഇതേ നിലയിൽ എന്നും നിലനിൽക്കും ആരും വിചാരിക്കേണ്ട. ഇതൊക്കെ പൊളിയും, ഇതൊക്കെ തകരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാനം നിങ്ങൾ കാളവണ്ടികളിൽ സഞ്ചരിക്കും. എഴുതി വെച്ചോളിനിത്. ഈ ഇന്ധനമൊക്കെ അവസാനിക്കും. മുത്തുറസൂല് പറഞ്ഞത് കളവല്ലെങ്കിൽ മുത്തുറസൂല് സത്യം പറയുന്ന ആളാണ്. ഈ ഇന്ധനമൊക്കെ അവസാനിക്കും. സൈക്കിൾ എടുക്കേണ്ട അവസ്ഥ വരും. ദൂർത്ത് നിർത്തിയാൽ നല്ലതാണ്. മിതത്വം പാലിച്ച് ശീലിച്ചാൽ ജീവിക്കാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ട് മിതത്വം പാലിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് സാമ്പത്തിനനുസരിച്ചൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാലത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, നാടിനനുസരിച്ച് ചെയ്യാം. അതിന് പടച്ചവനെതിരല്ല. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, യാ ബനി ആദമ ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. മനുഷ്യ സന്താനങ്ങളെ, നിങ്ങൾ പള്ളികളിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു വരണം. ഈ ആയത്ത് അവതരിക്കാൻ പശ്ചാത്തലം, കഅബ ജാഹിലിയ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തവാഫ് ചെയ്യാൻ വരുമ്പോൾ, കുഫാറുകൾ തവാഫ് ചെയ്യാൻ വരുമ്പോൾ നഗ്നരായിട്ട് വരുമായിരുന്നു. സ്ത്രീകൾ രാത്രി വരും, പുരുഷന്മാർ പകല് വരും. തുണിയെടുക്കാതെയാണ് വരിക. ഖുർആൻ പറഞ്ഞു, അല്ല, തുണിയെടുത്തു വരണം. കഅബ അള്ളാഹുവിന്റെ ഗേഹമല്ലേ, അങ്ങോട്ട് വരുമ്പോൾ തുണിയെടുത്തു വരണം. ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിൽ വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു വരണം. കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ ഇതൊന്നും തെറ്റില്ല. നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കണോ, വില പിടിച്ചതൊക്കെ മേടിച്ചു കുടിച്ചോ, എന്തും കഴിക്കാം. പക്ഷെ വലാ തുസ്രിഫൂ, നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വാങ്ങി കഴിച്ചോ കുടിച്ചോ, ദൂർത്ത് കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു ദൂർത്ത് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ആയത്ത്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ക് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ. ഖുൽ, നബിയെ ചോദിക്കുക, മൻ ഹറമ സീനത്തല്ലാഹ്, ആരാണ് ആഡംബരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത്? ഈ ഭൂമിയിലെ അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ആരാണ് പറഞ്ഞത്? ഞാനത് പറഞ്ഞിട്ടില്ല, എന്റെ റസൂലും പറഞ്ഞിട്ടില്ല. ഉൽ നബിയെ പറയുക, ഹിയ ലില്ലദീന ആമനു, ഇവിടെയുള്ള ആഡംബര വസ്തുക്കളെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ, ഈ ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു നമുക്ക് വേണ്ടി പടച്ചതാണ്. വിലപിടിച്ച കാറുകൾ നമുക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതാരാണ് നിഷിദ്ധമാണെന്ന് പറഞ്ഞത്? ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആഖിറത്തിലാണെങ്കിലോ ഖാലിസത്തൻ മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. ആഖിറത്തിൽ ഇത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രവുമാണ്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം 2 സാഹചര്യങ്ങളാണ്. ഒരിക്കലൊരു സഹാബി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഇന്നി ഇദാ അക്കൽതു മിൻ ഹാദൽ ലഹമി ഇൻതസർതു ഇലൻ നിസായി, നബി, എനിക്ക് മാംസം കഴിച്ചു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല, ഉടനെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകണം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ മാംസം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. മാംസം ഞാൻ നിഷിദ്ധമാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. നബിയെ, മാംസം ആരും നിഷിദ്ധമാക്കരുത്, മാംസം ഞാൻ അനുവദിച്ച ഭക്ഷണമാണ്. നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതിന്റെ വേറെ പണി നോക്കണം, വിവാഹം കഴിക്കണം. ആ സമയത്താണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ഇറക്കിയത് എന്തും കഴിക്കാം. പക്ഷെ പ്രശ്നം എന്താണ്? മാരുതി 800 വാങ്ങാൻ കാശുള്ള ആള് ഓടി വാങ്ങണമെന്ന് ആഗ്രഹിക്കരുത്. അവൻ മാരുതി 800 വാങ്ങിച്ചാൽ മതി. ഓടി വാങ്ങാൻ കാശുള്ള ഓടി വാങ്ങിക്കോട്ടെ. ഇത് 9 ലക്ഷം 10 ലക്ഷം രൂപയുടെ ബിസിനസ്സാ ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ എത്രയുണ്ട്? 1 ലക്ഷം. 9 ലക്ഷം എവിടെന്നാ? 9 ലക്ഷം കിട്ടി എവിടെന്നാ? ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെച്ചപ്പോ 9 ലക്ഷം കിട്ടി. എന്നിട്ടോ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ ഇവന്റെ വീട് അന്വേഷിച്ചു വരുമ്പോ ഇവൻ ഈ വീട് വിറ്റ് കഴിഞ്ഞു. 3% പൈസ വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് വീട് മറിച്ചു വിറ്റു. ആധാരം ചെയ്യുമ്പോൾ ബാക്കി തന്നേക്കാന്ന ഡിമാൻഡ്. ആധാരം ചെയ്യാൻ പറ്റൂല. 75% പൈസ വാങ്ങിച്ചു, 25% ആധാരം ചെയ്യുമ്പോൾ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആധാരം ചെയ്യാൻ പറ്റൂല, ബാങ്കിലാണ് ആധാരം ഉള്ളത്. ബാങ്കുകാർ അന്വേഷിച്ചു വരുമ്പോഴാണ് അറിയണത് സംഭവം ഇതാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? വീടിന്റെ യഥാർത്ഥ ഉടമ മുങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കെട്ടി തൂങ്ങേണ്ടി വരും. പിന്നെ ബാങ്കുകാരും ഇവനുമായിട്ടാണ് പ്രശ്നങ്ങൾ. ഇത് ഹറാമാണ്. നിന്റെ കയ്യിൽ 1 ലക്ഷം ഉള്ളെങ്കിൽ 1 ലക്ഷം കൊണ്ട് കച്ചവടം ചെയ്യാൻ അള്ളാഹ് പറയുന്നുള്ളൂ. 2 ലക്ഷത്തിന്റെ കച്ചവടം ചെയ്യാൻ പാടില്ല, കടം വാങ്ങാൻ പാടില്ല. നിന്റെ കയ്യിൽ മാരുതി 800 വാങ്ങാനേ കാശുള്ളെങ്കിൽ നീ മാരുതി 800 വാങ്ങിയാൽ മതി. കടം വാങ്ങിയിട്ട് അടവിന് നീ വണ്ടി എടുക്കരുത്. അടവിന് വണ്ടി എടുത്താൽ ആ വണ്ടിയിൽ സഞ്ചരിക്കൽ പോലും ഹറാമാണ്. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാള് എറണാകുളത്ത് നിന്ന് ഇവിടെ ബന്ധമുള്ള ഒരാൾ വിളിച്ചു ചോദിച്ചു, ഉസ്താദ്, ഒരു 40 ലക്ഷം രൂപ വണ്ടി വാങ്ങണം, അതിനിങ്ങനെ അടവിനെ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ പുറകെ പൈസയുടെ സോഴ്സ് കാണിക്കാൻ വേണ്ടി അന്വേഷണം വരും, വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു വകുപ്പുമില്ല. അപ്പൊ ഈരാറ്റുപേട്ട ഇവിടെ ആരാണ്ട് ഉസ്താമാര് ഫത്വ കൊടുത്തു, അത് ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ വണ്ടിക്ക് 12 ലക്ഷം എന്ന് വിലയിടും.
10 ലക്ഷം രൂപ വണ്ടിക്ക് 12 ലക്ഷം അങ്ങ് വിലയിടും. അപ്പൊ വില കൂടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഫത്വ തരുന്ന ഉസ്താദന്മാരണി അവിടെ പോയി ഫത്വ അടിച്ചിട്ട് ചെയ്തു. എന്റെ അടുത്തായാലും ഫത്വ കിട്ടൂല. എന്റെ ഫത്വ ആ വണ്ടി വാങ്ങരുത് എന്നുള്ളതാണ്. അപ്പൊ 40 ലക്ഷം രൂപ വണ്ടി വാങ്ങാൻ വേണ്ടി അള്ളാഹു ഹറാമാക്കിയ ഒരു ദിർഹം റിബ പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച പലിശയുമായി ബന്ധപ്പെടേണ്ടി വരുന്നെങ്കിൽ മരുന്ന് വാങ്ങാനല്ല, ഭക്ഷണം കഴിക്കാനല്ല, 40 ലക്ഷം രൂപ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി നരകത്തെക്കുറിച്ച് ഓർക്കണം. നാളെ ഇവിടെ വന്നു കിടക്കേണ്ടിരുന്ന ചിന്തയുണ്ടാകണം. പലിശ അത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദൂരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. ദൂരത്ത് നിഷിദ്ധമാണ്. ഇബാദത്തിൽ പോലും ദൂരത്ത് നിഷിദ്ധമാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒളു എടുക്കുന്ന കണ്ടല്ലോ. ഒളുവിൽ അല്പം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സർഫു യാ സയ്യിദ്, എന്താണ് ഇത്ര ദൂരത്ത് കാണിക്കുന്നത്, വെള്ളത്തിൽ ഇത്ര ദൂരത്ത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ മാ ഈ സർഫുൻ, ഒളുവിലും സർഫുണ്ടോ? ഒളുടുക്കുമാനല്ലേ, ഒളുടുക്കാനല്ലേ വെള്ളം ഉപയോഗിക്കുന്നത്, ഇതിലും ദൂരത്തുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസം പറഞ്ഞു, വൈകുന്താല ശക്തിനഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിക്കരികരിന്ന് ഒളുടുത്താലും വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് ദൂരത്താണ്. ഒളുടുക്കാൻ പോലും വെള്ളം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ പോലും ദൂരത്ത് പാടില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കലും സ്ത്രീ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി വിശ്വാസം കടന്നു വന്നു. നബി ചോദിച്ചു, അവൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ആയിഷാബി പറഞ്ഞു, തദ്കുറു മിൻ സലാത്തിഹ, അവളുടെ നിസ്കാരത്തെ കുറിച്ച് പറയാണെന്ന് പറഞ്ഞു. രാത്രിയുള്ള അവളുടെ നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറയാന്ന് പറഞ്ഞു. മിണ്ടരുത്, നിങ്ങൾക്ക് കഴിയാത്ത ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്. രാത്രി മുഴുവൻ നിസ്കരിക്കുകയോ മിണ്ടരുത്. അങ്ങനെ ഒരു ഇബാദത്തൊന്നും പടച്ചോനും ആവശ്യമില്ല. നിങ്ങൾ രാത്രി കുറെ ഉറങ്ങണം, കഴിയുന്നത്ര നിസ്കരിച്ചാൽ മതി. എന്തിനാണ് രാത്രി മുഴുവൻ നിസ്കാരം? ഒരിക്കൽ മദീന പള്ളിയിലേക്ക് മുത്തു റസൂൽ കടന്നു വരുമ്പോൾ 2 തൂണുകൾക്കിടയിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നത് കണ്ടു. നബി ചോദിച്ചു, ആരാണ് ഈ പള്ളിക്കകത്ത് കയറ് കെട്ടിയത്? അപ്പോൾ പറയപ്പെട്ടു, സൈനബ് റളിയല്ലാഹു അൻഹ കെട്ടിയ കയറാണത്. എന്തിനാണത്? സൈനബ് രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ കയറിൽ പിടിച്ച് നിസ്കരിക്കാൻ വേണ്ടിയാണ്. നബി പറഞ്ഞു, ഹുല്ലു, അഴിച്ചു കളയാനായി കയറ്. നിങ്ങൾക്ക് ഉന്മേഷമുള്ളപ്പോൾ നിസ്കരിച്ചാൽ മതി, ഉറക്കം വന്നാൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി, പിന്നെ നിസ്കരിക്കൊന്നും വേണ്ട. അപ്പൊ ആരാധനകളിൽ പോലും ദൂർത്ത് പാടില്ലെന്ന് പഠിപ്പിച്ചൊരു മതം സാമ്പത്തിക വിഷയത്തിൽ ഒരിക്കലും ദൂർത്ത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അപകടങ്ങളിലേക്ക് ചെന്നുപെടാതിരിക്കാൻ സാമ്പത്തിക രംഗത്തെ മിതത്വം പാലിക്കുക, ദൂർത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.